1988 വടക്കാഞ്ചേരി പുലിക്കോട്ട് മഠത്തിൽ പി.വി. നാരായണസ്വാമിയുടെയും അമ്മ സായിബാലയുടെയും മകനായി ജനിച്ച പി.എൻ. വൈശാഖ് കുട്ടിക്കാലം മുതൽ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തോട് താൽപര്യം കാണിച്ചിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഛായാചിത്രങ്ങളും അവരുടെ വിവരങ്ങളും പിതാവിൽ നിന്ന് കേട്ടറിഞ്ഞ വൈശാഖ് വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUവിലൂടെയാണ് സംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. തുടർന്ന് യൂത്ത് കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിച്ചു. ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച വൈശാഖ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുമായി വൈശാഖ് ഇന്നും അടുത്ത ബന്ധം വെച്ചുപുലർത്തുന്നു. വടക്കാഞ്ചേരിയിലെ ജനകീയ നേതാവായി അറിയപ്പെടുന്ന വൈശാഖ് കഴിഞ്ഞ തവണ വടക്കാഞ്ചേരി നഗരസഭയിൽ കൗൺസിലറായിരുന്നു. വികസന പ്രവർത്തനത്തിൽ രാഷ്ട്രീയം നോക്കാതെയുള്ള പ്രവർത്തനമാണ് രണ്ടാം തവണയും വൈശാഖിനെ വടക്കാഞ്ചേരിയുടെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. ഇത്തവണ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കവേ ആശുപത്രി കിടക്കയിൽ വെച്ച് അച്ഛൻ TV നാരായണസ്വാമിയാണ് വീണ്ടും മത്സരിക്കാൻ നിർബന്ധിച്ചത്. അങ്ങനെയാണ് രണ്ടാം തവണയും മത്സരിക്കുന്നത്. നിലവിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ നേതാവാണ് വൈശാഖ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് അവകാശപ്പെടുന്ന PN വൈശാഖ് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂട്ടായി പ്രവർത്തിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് PN വൈശാഖ് എനി ടൈം ന്യൂസിനോട് മനസ്സ് തുറക്കുന്നു. നമസ്കാരം. എനി ടൈം ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പിന്നിട്ട വഴി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് PN വൈശാഖിനോടൊപ്പമാണ്. നമസ്കാരം. നമസ്കാരം. എന്താണ് രണ്ടാമത്തെ തവണയാണ് നഗരസഭ ഭരണസമിതിയിലേക്ക് വരുന്നത്? എന്താണ് ഈ ഒരു സന്തോഷത്തിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും വടക്കാഞ്ചേരി നഗരസഭയിലെ രണ്ടാമത്തെ ടേം കൗൺസിലറായിരിക്കുകയാണ്. ഞാൻ മുമ്പ് ഓട്ടുപാറ വെസ്റ്റ് ഡിവിഷനിൽ നിന്നാണ് വിജയിച്ചത്. അന്ന് അത് LDFന്റെ കയ്യിലുള്ളൊരു സീറ്റായിരുന്നു. അത് പിടിച്ചെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതും. ഇപ്പോൾ വടക്കാഞ്ചേരി ടൗൺ എന്ന് പറയുന്നത് മുമ്പ് എൻ്റെ പിതാവ് പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരു ഡിവിഷനാണ്. എല്ലാവരും എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ അത്രയും അടുപ്പമുള്ള ആളുകളുള്ള ഒരു ഡിവിഷൻ. ആ ഡിവിഷനിലാണ് ഇപ്രാവശ്യം മത്സരിച്ചത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ആളുകളുടെ ഒരു വലിയ പിന്തുണ, ഏകദേശം 65% വോട്ട് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായി കാണുന്നു. എന്നും വടക്കാഞ്ചേരിക്കാരോടൊപ്പം വടക്കാഞ്ചേരിയുടെ കൂടെ ഉണ്ടാവും. ഒരു കൗൺസിലർ പദവി അതൊരു പ്രധാനപ്പെട്ട ചുമതലയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരുമെന്ന് വിചാരിച്ചിരുന്നോ, പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യത്തെ നഗരസഭ UDF അധികാരത്തിൽ വരുമെന്നുള്ളതാണ് ഞങ്ങളൊക്കെ കണക്കൂട്ടിയിരുന്നത്. ഏകദേശം 30 വോട്ടിൻ്റെ ഒരു കുറവിലാണ് UDFന് അധികാരം നഷ്ടപ്പെട്ടത്. ഒരു ഡിവിഷൻ നമ്മൾ 9 വോട്ടിന് പരാജയപ്പെടുകയും മറ്റൊരു ഡിവിഷൻ 22 വോട്ടിനും 24 ഡിവിഷനൊക്കെയാണ് നമ്മൾ 2-3 സീറ്റുകൾ പരാജയപ്പെട്ടത്. അതുപോലെ ഏകദേശം ഒരു 2 സീറ്റിൽ ചെറിയ സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ ഉള്ളതുകൊണ്ടും മാത്രം നഷ്ടപ്പെട്ട നഗരസഭയാണ്. ജനവികാരം എപ്പോഴും CPMനും LDFനും എതിരായിരുന്നു. അതിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാവും. എല്ലാ ഡിവിഷനുകളിലും നല്ല ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. LDFന്റെ കയ്യിലുള്ള ഏകദേശം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 നിന്ന് ഏകദേശം 8ഓളം സീറ്റുകൾ LDFന്റെ തിരിച്ചു പിടിച്ചു. പക്ഷേ UDFന്റെ കയ്യിലുള്ള കുറച്ച് സീറ്റുകൾ 6 സീറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ നഗരസഭാ ഭരണം കയ്യിൽ നിന്ന് വഴുതി പോയത്. അതുകൊണ്ടൊരു സന്തോഷത്തിലല്ല യഥാർത്ഥത്തിൽ ഇരിക്കുന്നത്, ഒരു വിഷമത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. വളരെ കാലമായി സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരുന്നു. എന്താണ് ഈ സംഘടനാ പ്രവർത്തനങ്ങളുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്? 2003 സംഘടനാ രംഗത്തേക്ക് സജീവമായി വരുന്നത്. ഞാൻ മുമ്പ് മലയാള മനോരമ അഖില കേരള ബാലജന സഖ്യത്തിൻ്റെ മേഖലാ പ്രസിഡന്റ് ആയിരുന്നു. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ഒക്കെ വരുന്ന 3 ജില്ലകളുടെ മേഖലാ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ മനോരമ ബാലസഖ്യത്തിലൂടെ പിന്നീട് കേരള വിദ്യാർത്ഥി യൂണിയൻ KSUവിൽ വന്ന് KSUവിൻ്റെ നിയോജകമണ്ഡലം ഭാരവാഹിയായി, യൂണിറ്റ് പ്രസിഡന്റായി, അതുപോലെ KSU ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ഭാരവാഹിയും ആയതിനു ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൻ്റെ ഉപാധ്യക്ഷനായി. അതിനുശേഷം ആലത്തൂർ പാർലമെൻറ്റ് കമ്മിറ്റി, അന്ന് ഞങ്ങൾക്ക് ജില്ലാ കമ്മിറ്റിക്ക് പകരം പാർലമെൻറ്റ് അടിസ്ഥാനത്തിലായിരുന്നു കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ആലത്തൂർ പാർലമെൻറ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായി. പിന്നീട് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. 14 പേരിൽ ഒരാളായിരുന്നു. അതിൽ നിന്ന് 2022 അവസാനത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി ആയി പോയത്. ഞാനും അതുപോലെ രമ്യ ഹരിദാസ് MP യും പിന്നെ ചാണ്ടി ഉമ്മൻ
കോഴിക്കോടിൽ നിന്നുള്ള വിദ്യാബാലകൃഷ്ണൻ, ഞങ്ങൾ അങ്ങനെ 4 പേരായിരുന്നു കേരളത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ഭാരവാഹികളായി യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയും AICCയും പ്രഖ്യാപിച്ചത്. അന്ന് ആ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗമായി ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നമുക്ക് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതലയുമായിട്ട് നമുക്ക് പലപ്പോഴും 10, 20, 30 ദിവസം നമ്മൾ ചുമതലയുമായിട്ടൊക്കെ പോയിട്ടുണ്ട്. അതൊരു ജീവിതത്തിലെ വലിയൊരു എക്സ്പീരിയൻസ്, നമുക്ക് ഇന്ത്യയെ കണ്ടെത്താൻ എന്ന് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ഭാരവാഹിയായി ഇവിടുന്ന് പോയതിന് ശേഷമാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ഡിവിഷനായ ഓട്ടുപാറ വെസ്റ്റ് ഡിവിഷൻ അവിടെയും കൃത്യമായി മാനേജ് ചെയ്തിരുന്നു. അവിടുത്തെ ആളുകളെയും കൃത്യമായി നമ്മൾ ഓരോ ഇടവേളകളിലും അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് കൃത്യമായ ഇടപെടൽ നടത്തുകയും, ആളുകൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ പോലും വിളിച്ചാൽ എന്നെ വിളിപ്പുറത്ത് കിട്ടിയിരുന്നു, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. അങ്ങനെ ആ ആളുകളുമായിട്ട് അത്രയും ഒരു ബന്ധം സ്ഥാപിക്കാനും സാധിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി മാനേജ് ചെയ്താണ് കഴിഞ്ഞ ഒരു 3-3.5 വർഷം കൊണ്ടുപോയത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ഭാരവാഹിത്വം പൂർത്തിയായി, പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ കമ്മിറ്റി വന്നു. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത് നമ്മുടെ നഗരസഭയിൽ മത്സരിച്ച് വടക്കാഞ്ചേരി ടൗണിൽ നിന്ന് കൗൺസിലറായി വിജയിച്ചു. അതിൻ്റെ ഭാഗമായി പാർട്ടി ഐക്യകണ്ഠേന ലീഡർഷിപ്പ് എല്ലാവരും ചേർന്ന്, വടക്കാഞ്ചേരിയിലെ എല്ലാ കൗൺസിലർമാരും ചേർന്ന്, മുതിർന്ന ആളുകൾ അടക്കമുള്ള ആളുകൾ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ് ലീഡർഷിപ്പ് പുതിയ തലമുറയിലേക്ക് കൈമാറുന്നതിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയുടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ, ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതലയിലേക്ക് വരാനുള്ള സാഹചര്യം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ എല്ലാം കടന്നു വന്നു എന്ന് പറയുമ്പോൾ ആരായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കും അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പ്രചോദനം നൽകി കൂടെ ഉണ്ടായിരുന്നത്? തീർച്ചയായിട്ടും നമ്മൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിൽ നിന്നാണെന്നാണ് പറയുക. അപ്പോൾ എൻ്റെയൊക്കെ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു LKG അല്ലെങ്കിൽ 3 വയസ്സ് 4 വയസ്സ് സമയത്താണ് രാജീവ് ഗാന്ധി മരണപ്പെടുന്നത്. തമിഴ് പുലികളാൽ ശ്രീപെരുമ്പത്തൂരിൻ്റെ മണ്ണിൽ രാജീവ് ഗാന്ധി വധിക്കപ്പെടുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ അന്ന് ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയയോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അന്ന് പത്രത്തിൽ വന്ന ഫോട്ടോകൾ രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാജിയും ഒക്കെ നിൽക്കുന്ന ഫോട്ടോ, അവരുടെ കുടുംബ ഫോട്ടോകൾ, ഇതെല്ലാം പത്രത്തിൽ വരുന്നത്, അതുപോലെ ഇന്ത്യ ടുഡേ മാഗസിൻ ഉൾപ്പെടെ ആ മാഗസിനിൽ വരുന്നൊക്കെ കട്ട് ചെയ്ത് വീട്ടിൽ ഒട്ടിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയം തൊട്ടേ മനസ്സിൽ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം മനസ്സിൽ അന്ന് ഓർമ്മ വെച്ച കാലം തൊട്ട് തന്നെ പറയാം മനസ്സിലുണ്ട് കോൺഗ്രസ് എന്ന വികാരം. പിന്നീട് ഒരു +2 കാലഘട്ടത്തിലേക്കൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മലയാള മനോരമ സഖ്യത്തിൻ്റെ ഭാഗമായി നമ്മുടെ സൗഹൃദം മുഴുവൻ കോൺഗ്രസ് ആയി ബന്ധപ്പെട്ട ആളുകളോടുമായിട്ടാണ്. അതുപോലെ എൻ്റെ പിതാവ് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു, ഇവിടുത്തെ വാർഡ് മെമ്പറായിരുന്നു, ഈ ഡിവിഷനിലെ തന്നെ വാർഡ് മെമ്പറായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ സംസാരിക്കുന്നതും കോൺഗ്രസ് പൊളിറ്റിക്സ് ആണ്. അതുപോലെ സൗഹൃദങ്ങളും ഒരു കോൺഗ്രസുമായി ബന്ധപ്പെട്ട സൗഹൃദങ്ങളാണ്. അങ്ങനെ ആ ചേട്ടന്മാരെ കൂടിയിട്ട് അന്നത്തെ ലീഡർഷിപ്പിൽ അന്നുണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് മായദാസ് ഏട്ടനും അതുപോലെ ശശികുമാർ കൊടക്കാടത്ത് ഉൾപ്പെടെയുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ആണ് എന്നും പ്രചോദനമായി KSUവിലേക്കും കോൺഗ്രസ് പൊളിറ്റിക്സിലേക്ക് സജീവമായി വരുന്നതിന് എന്നും പ്രചോദനമായിട്ടുള്ളത്. അതേപോലെ തന്നെ പലയിടങ്ങളിലും അച്ഛന്റെ ഒരു സാന്നിധ്യം വലിയ തോതിൽ കാണാറുണ്ട്. പലപ്പോഴും ഒരു രാഷ്ട്രീയ ഗുരുവായി തന്നെ അച്ഛൻ എപ്പോഴും കൂടെ നിന്ന് നയിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ വളരെ ദുഃഖകരമായി പറയുകയാണെങ്കിൽ അച്ഛന്റെ വിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായി. അപ്പോൾ അച്ഛന്റെ ആ ഒരു പിന്തുണ അല്ലെങ്കിൽ അച്ഛന്റെ ആ ഒരു കരുതലിനെ കുറിച്ച് എന്താണ് ഓർക്കാനുള്ളത്? അച്ഛൻ എന്നും എല്ലാവർക്കും അച്ഛൻ എന്ന് പറയുന്ന ഒരു വികാരം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് അച്ഛൻ എന്നും ഒരു സുഹൃത്തായിരുന്നു, അതുപോലെ എന്നും ഉപദേശങ്ങൾ തരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവസാനം പോലും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാത്തൊരു സമയമായിരുന്നു. മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാം, കാരണം അച്ഛൻ്റെ ആരോഗ്യകാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറേ തിരക്കുകളിലായിരുന്നു. ഒന്ന് മാറി നിൽക്കാനുള്ളൊരു മനസ്സ് ഒരുക്കി നിൽക്കുന്ന സമയത്ത് അച്ഛൻ തന്നെയാണ് ആശുപത്രിയിൽ വെച്ച്, നീ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, മാറി നിൽക്കണ്ട, ബാക്കിയൊക്കെ പിന്നീട് നോക്കാം, ഈ തെരഞ്ഞെടുപ്പിൽ നിർബന്ധമായിട്ടും ഇത് ഞാൻ ജയിച്ച മണ്ണാണ്, വടക്കാഞ്ചേരി എന്ന് പറയുന്ന മണ്ണ് നമ്മുടെ മണ്ണാണ്, അവിടെ നീ മത്സരിക്കണമെന്ന് അച്ഛൻ്റെ ആ ഒരു വാശിയല്ല, അച്ഛൻ്റെ ആ ഒരു വാക്ക് അത് കേട്ടതുകൊണ്ടാണ് തീർച്ചയായിട്ടും വടക്കാഞ്ചേരി ടൗണിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലും എത്തിയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കില്ലായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ പല മണ്ഡലങ്ങളിലും ഈ പല ഡിവിഷനുകളിലും തന്നെ ഈ യുവാക്കളുടെ ഒരു സാന്നിധ്യം വളരെയധികം കാണുന്നുണ്ടായി. ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന പല സ്ഥാനാർത്ഥികളും കൂടുതലും യുവാക്കളായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടേക്ക് പ്രതിപക്ഷ നേതാവിലേക്ക് വരികയാണെങ്കിലും ഒരു യുവാവാണ് ഇതിന്റെ അമരത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ യുവാക്കളുടെ ഒരു കടന്നുവരവിനെ കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ചെറുപ്പക്കാരെന്നും രാഷ്ട്രീയത്തിൽ ചെറുപ്പക്കാർ കൂടുതലായിട്ട് വരണം, അതിലൊരു സംശയമില്ല.
കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് വെറും സിമ്പിളായി പറഞ്ഞാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നതിൽ ഒതുങ്ങില്ല. അത് കൃത്യമായി നമ്മുടെ നാട്ടിലെ സ്പന്ദനങ്ങൾ, നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വേണം, ഒരു മുതിർന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. ആ കാഴ്ചപ്പാടുകൾ വെച്ച് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷെ പുതിയ തലമുറയിലെ കാഴ്ചപ്പാടുകൾ, പുതിയ തലമുറയിലെ കുട്ടികളുടെ കാഴ്ചപ്പാടുകൾ അതൊക്കെ സ്വാഭാവികമായിട്ടും വരണമെങ്കിൽ പുതിയ തലമുറയെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ തന്നെ ആ ഒരു രംഗത്തേക്ക് വരണം എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ്. അപ്പോൾ ഒരിക്കലും പഴയ ആളുകളെ പൂർണ്ണമായി മാറ്റി നിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷെ പഴയ ആളുകളുടെ കൂടെ പുതിയ ആളുകളും ചേർന്ന് അങ്ങനെ വിവിധ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ചേർന്ന് ഒരു ഭരണം കാഴ്ചവെച്ചാൽ ആ വിവിധ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അവരുടെ ക്ഷേമം കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കൂടുതൽ യുവാക്കളുടെ പങ്കാളിത്തം വരും കാലത്ത് രാഷ്ട്രീയ മേഖലയിലായാലും സാമൂഹ്യ മേഖലയിലായാലും കാണും എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും. മുമ്പൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ പലപ്പോഴും ചെറുപ്പക്കാരായ ആൺകുട്ടികളെ പിന്നെയും കാണാറുണ്ട്. പക്ഷെ ചെറുപ്പക്കാരായ പെൺകുട്ടികൾ പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നത് വളരെ വിരളമായിട്ടാണ് നമ്മളൊക്കെ കാണാറ്. പക്ഷെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി 2020 തൊട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ട്രെൻഡ് കൃത്യമായി വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് 20-നേക്കാൾ അധികം ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് നമ്മൾ ജെൻസി എന്ന് പറയുന്ന വിളിപ്പേരിൽ വിളിക്കുന്ന 2000-ന് ശേഷം ജനിച്ച കുട്ടികൾ, അവര് ഈ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളായി വന്നു എന്നുള്ളത് ഏറ്റവും ഒരു പോസിറ്റീവ് സൈനായിട്ട് കാണാം. കാരണം പുതിയ തലമുറയിലെ ആശയങ്ങൾ കൃത്യമായി അതിനെ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് തന്നെയാണ് സാധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, ചെറുപ്പക്കാർ, ജെൻസി കുട്ടികൾ, അതുപോലെ യുവാക്കൾ, യുവതികൾ, ഒരുപാട് യുവതികൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. നമ്മൾ പല സ്ഥലങ്ങളിലും മുമ്പൊക്കെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ന ആളുടെ ഭാര്യ, ഇന്ന ആളുടെ പെങ്ങള് അങ്ങനെയൊക്കെ മത്സരിപ്പിക്കുന്ന രീതിയിൽ നിന്ന് മാറി അത് ഇന്ന കുട്ടി, ആ കുട്ടി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടിയാണ്, ഇത് MBA കഴിഞ്ഞ കുട്ടിയാണ്, ഇത് ടീച്ചറാണ് എന്ന് കൃത്യമായി ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇന്ന് രാഷ്ട്രീയ രംഗത്ത്, അതും ചെറുപ്പക്കാരായ ആളുകൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് സൈനായിട്ട് തന്നെ കാണുകയാണ്. എന്താണ് കുടുംബത്തിൽ നിന്നും ഇപ്പോൾ ഉള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉള്ള അവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്താണ് നിലവിൽ? നമുക്ക് പൊളിറ്റിക്സിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഏത് രംഗത്ത് നിൽക്കുകയാണെങ്കിലും നമുക്ക് ഏറ്റവും സപ്പോർട്ട് കുടുംബത്തിൽ നിന്ന് തന്നെ ലഭിക്കണം. അതല്ലെങ്കിൽ നമുക്ക് അത് വിട്ടെറിഞ്ഞ് പോകേണ്ടി വരും. എപ്പോഴും കുടുംബത്തിൽ അച്ഛൻ രാഷ്ട്രീയത്തിൽ ഉള്ളതുകൊണ്ടും പിന്നീട് ഞാൻ എൻ്റെ കല്യാണം ആലോചിക്കുന്ന സമയത്തും കൃത്യമായി തന്നെ ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ബേസിക്കലി എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയറാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ കൂടെ തന്നെ പൊതുപ്രവർത്തനം ഞാൻ ഇഷ്ടപ്പെട്ട് ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നടത്തുന്ന ഒരു പ്രവൃത്തിയല്ല. അത് എനിക്ക് ജീവിക്കാനുള്ളത് ഞാൻ തൊഴിൽ ചെയ്ത് ഉണ്ടാക്കുമെന്നും അതുപോലെ സാധാരണക്കാരൻ്റെ കൂടെ എന്നും അവൻ അത്താണിയായി നിൽക്കേണ്ട പണിയാണ് രാഷ്ട്രീയമെന്നും കൃത്യമായി ഒരു ബോധ്യമുള്ളതുകൊണ്ട് അത് കൃത്യമായി കുടുംബത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയോട് അത് പറഞ്ഞതിന് ശേഷമാണ് കല്യാണത്തിന് തന്നെ സമ്മതമാണോ എന്ന് ചോദിച്ചത്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളെ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ആ കല്യാണത്തിൽ നിന്ന് പോലും പിന്മാറും. കാരണം എനിക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും സിരകളിൽ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് കൃത്യമായി ജീവനുള്ളിടത്തോളം എന്ന് പറയുന്നത് പോലെ ജീവനുള്ളിടത്തോളം എന്നിലെ രാഷ്ട്രീയം എന്നിലെ കോൺഗ്രസ്സുകാരനും ഉണ്ടാവും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ കുടുംബത്തിൽ എന്നും ഇതിന് നല്ല സപ്പോർട്ട് തന്നെയാണ്. എൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റ് ബാക്കി എൻ്റെ അനിയനടക്കം അച്ഛനുണ്ടായിരുന്നപ്പോൾ അച്ഛൻ പൂർണ്ണ പിന്തുണ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഉപദേശങ്ങൾ തരാനാണെങ്കിലും എങ്ങനെ കൃത്യമായി നമുക്ക് പലപ്പോഴും നമ്മൾ പിരിമുറുക്കം അനുഭവിക്കുന്ന ആ ഒരു സ്റ്റേജിലൊക്കെ പലപ്പോഴും അച്ഛൻ തന്നെയാണ് അതിന് കൃത്യമായിട്ട് പറയാം, ഇതൊക്കെ റിലാക്സ് ചെയ്ത് നീ ഇങ്ങനെ ചെയ്യ് എന്ന് കൃത്യമായി ഉപദേശം തന്നിരുന്നത് അച്ഛനാണ്. അത് ഭാര്യയാണെങ്കിലും ഇപ്പോൾ എൻ്റെ കുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അവരും അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് വീട്ടിൽ ഞങ്ങൾ സംസാരിക്കുമ്പോഴും ഒക്കെ മനസ്സിലാവും. അത് ഏത് കുടുംബത്തിലും രാഷ്ട്രീയ കുടുംബത്തിൽ കൃത്യമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും നിൽക്കാൻ സാധിക്കില്ല. ഇപ്പൊ വടക്കാഞ്ചേരിക്കാരെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ അവരുടെ ഇടയിൽ ഏറെ സുപരിചിതനാണ് വൈശാഖൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ അവര് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു? അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ഒരിക്കലും ഒരാളോടും എനിക്ക് രാഷ്ട്രീയമുണ്ട് പക്ഷെ എൻ്റെ പ്രവൃത്തിയിൽ രാഷ്ട്രീയമില്ല എന്നാണ് ഞാൻ കൃത്യമായി പറയാറുള്ളത്. അത് LDFന്റെ അനുഭാവിയാണെങ്കിലും ശരി, മറ്റ് ഇതര പാർട്ടികളുടെ ആളുകൾ, ഇപ്പോൾ BJPയുടെ ആളുകളാണെങ്കിലും അവരൊക്കെ ആയിട്ടുള്ളൊരു സൗഹൃദം എന്നും ഉണ്ട്. അത് മുമ്പും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അതൊരിക്കലും ഒരു രാഷ്ട്രീയം കണ്ടുകൊണ്ടുള്ള ഒരു അടുപ്പമല്ല, അതിനേക്കാൾ ഒരു ആത്മബന്ധം ആണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ ആളുകളുടെ താല്പര്യമാണ് നമുക്ക് വോട്ട് ചെയ്യണോ അല്ലെങ്കിൽ വേറൊരാൾക്ക് വോട്ട് ചെയ്യണോ, അതൊക്കെ ജനം തീരുമാനിക്കുന്നതാണ്. നമുക്കൊരിക്കലും അവരെ
പേടിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ നിർബന്ധിച്ചുകൊണ്ടോ നമുക്കത് ചെയ്യിക്കാൻ പറ്റില്ല. അത് അവർക്ക് മനസ്സിൽ നിന്ന് തന്നെ തോന്നിയിട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പൊളിറ്റിക്കൽ ശൈലി എന്ന് പറയുന്നത്, ഞാൻ രാഷ്ട്രീയം നോക്കാതെ ആളുകളുമായിട്ട് ഇടപഴകുന്ന ആളാണ്. ഞാൻ ജയിച്ച് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ CPMൻ്റെ കുറേ അമ്മമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കമുള്ള ആളുകളാണ് പുറത്ത് ചുവപ്പ് സാരിയും ചുവപ്പ് ബ്ലൗസും ഒക്കെ നിന്നിരുന്ന ചേച്ചിമാർ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എന്നെ എല്ലാ ആളുകളും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്ക് ലൈഫിൽ ഈ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ദ മൊമെൻ്റ് എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ്സുകാരുടെ പിന്തുണ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആശയമുള്ള ആളുകൾ, CPMൻ്റെ ആശയമുള്ള ആളുകൾ, അവർ നമ്മളെ മാനസികമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഏറ്റവും അധികം അനുഗ്രഹമായി കാണുന്നു. ഇനിയും അതുപോലെ തന്നെ തുടരാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. എനിക്ക് ആരുമായിട്ട് ഒരു രാഷ്ട്രീയ ബന്ധമില്ല, അല്ലെങ്കിൽ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒരു അതിർവരമ്പുമില്ലാതെ പെരുമാറാൻ തന്നെയാണ് താല്പര്യം. വൈശാഖനിലേക്ക് എപ്പോഴും വരുമ്പോൾ ബഹളങ്ങളില്ലാതെ കാര്യം പറയുന്ന ഒരു നേതാവാണ്. അധികം ബഹളം കൂട്ടാതെ അവനവന്റെ അഭിപ്രായം പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ പീസ്ഫുൾ ആയി എല്ലാ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അതൊരു പക്ഷേ അച്ഛൻ അങ്ങനെ ആയിരുന്നുകൊണ്ടാവാം. അല്ലാതെ ഇപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെയാണ്. ഞാൻ എപ്പോഴും സോഫ്റ്റായിട്ട് കാര്യങ്ങൾ പറയും, ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. ചില കാര്യങ്ങൾ നമ്മൾ സോഫ്റ്റായിട്ട് പറഞ്ഞാൽ പോലും മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കില്ല എന്ന് തീരുമാനിച്ച ആളുകളോട് നമുക്ക് സോഫ്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഇത്തിരി ഹാർഷാവേണ്ടി വരും. പലപ്പോഴും കൗൺസിലിലൊക്കെ അങ്ങനെയൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്, പറയാറുണ്ട്. അല്ലാതെ എപ്പോഴും സോഫ്റ്റായിട്ട് മാത്രം നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ കേൾക്കില്ല, കേട്ട ഭാവം നടിക്കില്ല എന്ന് പറഞ്ഞാൽ അത് കേൾപ്പിക്കേണ്ട ചുമതല കൃത്യമായി ഒരു പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോൾ, കഴിഞ്ഞ 5 വർഷവും പ്രതിപക്ഷത്തായിരുന്നു, ഇപ്പോഴും പ്രതിപക്ഷത്താണ്. അപ്പോൾ അത് കേൾപ്പിക്കേണ്ട ചുമതല നമുക്കുണ്ട്. ജനം അതാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഖിലേന്ത്യാ തലത്തിലെല്ലാം നേതൃത്വം വഹിച്ചിട്ടുള്ള, ഇല്ലെങ്കിൽ അവിടെയെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഏറെ അനുഭവ സമ്പത്തുള്ള ഒരുപാട് കോൺഗ്രസ് നേതാക്കളുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട്, ഇല്ലെങ്കിൽ ഇവരുടെ കൂടെ പ്രവർത്തിച്ചതിന്റെ ഒരു അനുഭവ സമ്പത്ത് ഇനി വരും കാലങ്ങളിൽ എങ്ങനെയാണ് ഉപയോഗപ്പെടും? നമ്മളൊക്കെ എപ്പോഴും പോസ്റ്ററിലും അതുപോലെ ചാനലുകളിലും ഒക്കെ കണ്ടിട്ടുള്ള രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ നായകൻ, അദ്ദേഹവുമായിട്ട് നേരിട്ട് കാണാനും നേരിട്ട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെയുള്ള സാഹചര്യം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹി ആയതുകൊണ്ട് ഉണ്ടായി. ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ജീവിതത്തിലെ മെമ്മറബിൾ ആണ്. അതുപോലെ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി അദ്ദേഹത്തോടൊപ്പം നടക്കാൻ ഉണ്ടായ ആ ഒരു നിയോഗം, അതിനെയും ജീവിതത്തിലെ മെമ്മറബിൾ മൊമെന്റ് ആയിട്ട് കാണാം. കാരണം കന്യാകുമാരി മുതൽ കർണാടക തീരുന്നത് വരെ അദ്ദേഹത്തോടൊപ്പം നടക്കാൻ സാധിച്ചു. അതിനുശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ട് ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ കൂടെ അണിചേരാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഏറ്റവും സന്തോഷം, വടക്കാഞ്ചേരിയിൽ ഭാരത് ജോഡോ യാത്ര പോകുമ്പോൾ രാഹുൽ ഗാന്ധിയോടൊപ്പം വടക്കാഞ്ചേരി ടൗണിൽ എൻ്റെ ഡിവിഷനിലൂടെ അദ്ദേഹത്തിൻ്റെ കയ്യും പിടിച്ച് നടക്കാൻ പറ്റി എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും മെമ്മറബിൾ മൊമെൻ്റായിട്ട് എന്നും കാത്തു സൂക്ഷിക്കുക. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും, KC വേണുഗോപാൽ, സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ ഉൾപ്പെടെ, AK ആൻ്റണി ഉൾപ്പെടെ, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ്, അദ്ദേഹവുമായിട്ട് പിന്നെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹവുമായിട്ട് അങ്ങനൊരു ബന്ധം ഉണ്ടായില്ല. പിന്നീട് ചാണ്ടി ഉമ്മനും ഞങ്ങൾ ഒരുമിച്ച് സഹപാഠികളായി. അപ്പോൾ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവും. അപ്പോൾ അദ്ദേഹവുമായിട്ട് ആ ഒരു സൗഹൃദം, ഏറ്റവും നല്ലൊരു സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം, ഷാഫി പറമ്പിൽ MP അടക്കമുള്ള ആളുകൾ എല്ലാവരുമായിട്ട് ആ ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായതും യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ഭാരവാഹിയായതും എപ്പോഴും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ വീണ്ടും ഒരു കൗൺസിലർ പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൗൺസിലർ എന്നുള്ള രീതിയിൽ ഡിവിഷനിൽ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ? വടക്കാഞ്ചേരി ടൗൺ എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയുടെ ഹൃദയഭാഗമാണ്. ഏറ്റവും അധികം സർക്കാർ ഓഫീസുകളുള്ള ഒരു സ്ഥലം. ഏറ്റവും വടക്കാഞ്ചേരിയിലെ എല്ലാ സ്കൂളുകളും സ്ഥിതി ചെയ്യുന്നത് ഈ ഡിവിഷനിലാണ്. അതുപോലെ തന്നെ ഈ ഡിവിഷനിലാണ് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ, മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളുള്ള ഒരു ഡിവിഷൻ. വടക്കാഞ്ചേരിയുടെ ഏറ്റവും അർബൻ കൾച്ചറുള്ള ഡിവിഷൻ, അർബനൈസേഷന് ഏറ്റവും സാധ്യതയുള്ള ഡിവിഷൻ. പക്ഷേ നമുക്ക് വടക്കാഞ്ചേരി നഗരസഭ എടുത്തു കഴിഞ്ഞാൽ, ഈ നഗരസഭ ഇപ്പോൾ നഗരസഭയായി, മുനിസിപ്പാലിറ്റിയായി, അർബനൈസേഷനായി ഏകദേശം 10 വർഷം കഴിഞ്ഞു, 11ാമത്തെ വർഷത്തിലേക്ക് പോവുക. പക്ഷേ ഒരു ടൗൺ ആയതിൻ്റെ, ഒരു മുനിസിപ്പൽ പ്രദേശമായതിൻ്റെ എന്ത് മാറ്റമാണ് പഞ്ചായത്ത് വിട്ട് വടക്കാഞ്ചേരിക്ക് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്ന് പറയേണ്ടി വരും. കാരണം ഒരു അർബനൈസേഷൻ്റെ ഭാഗമായി
നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ കോർപ്പറേഷനിലോ മറ്റ് ടൗണുകളിലോ പോയി കഴിഞ്ഞാൽ ഒരു പാർക്ക് കാണാൻ പറ്റും. വടക്കാഞ്ചേരിയിൽ പാർക്കുണ്ടോ? കുട്ടികൾക്ക് കളിക്കാൻ പാർക്കില്ല. വടക്കാഞ്ചേരിയിൽ കുട്ടികൾക്ക് കളിക്കാൻ നല്ലൊരു കളിക്കളം, വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് മോശമല്ലാത്ത രീതിയിലുണ്ടായിരുന്നു. ഇന്ന് എന്താ സ്ഥിതി? ബോയ്സ് ഹൈസ്കൂളിൻ്റെ സ്ഥിതി, ഗ്രൗണ്ടിൻ്റെ സ്ഥിതി. അപ്പോൾ വടക്കാഞ്ചേരിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ട ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു അപര്യാപ്തത കൃത്യമായിട്ടുണ്ട്. ടൗൺ ഹാൾ, വടക്കാഞ്ചേരിയിലെ കലാ സാംസ്കാരിക രംഗത്ത് ഏറ്റവും അധികം സംഭാവന നൽകാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് വടക്കാഞ്ചേരി ടൗൺ ഹാൾ. ആ വടക്കാഞ്ചേരി ടൗൺ ഹാളിൻ്റെ പ്രവൃത്തി പോയി അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് പോലും എടുക്കാൻ കഴിഞ്ഞ 10 വർഷമായി ഭരിച്ച ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല. വടക്കാഞ്ചേരി എന്ന് പറഞ്ഞാൽ ഒരുപാട് കലാകാരന്മാരെ സംഭാവന ചെയ്ത സ്ഥലമാണ്. ഭരതനും ഒടുവിൽ ഉണ്ണികൃഷ്ണനും KPSC ലളിതയും അബൂബക്കറിക്കയും അതുപോലെ കലാമണ്ഡലം ഹൈദരാലി ഉൾപ്പെടെയുള്ള ആളുകൾ, ആർട്ടിസ്റ്റ് മാധവേട്ടൻ്റെ പോലെയുള്ള ആളുകളൊക്കെ വടക്കാഞ്ചേരിയിൽ നിന്നുണ്ടായിട്ടുള്ള ആളുകൾ. നവാസുക്കയും നിയാസും ഒക്കെ വടക്കാഞ്ചേരിയിൽ നിന്ന് പോയിട്ടുള്ള കലാകാരന്മാരാണ്. പക്ഷേ അവർക്ക് വേണ്ട ഒരു സ്മാരകം അല്ലെങ്കിൽ അതുപോലെ പുതിയ തലമുറയിലെ കലാകാരന്മാരെ കൊണ്ടുവരേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഒരു തിയേറ്റർ സംവിധാനം ഉണ്ടാവണം, നാടകത്തിന് വേണ്ട സാധ്യതകൾ നൽകാൻ സാധിക്കണം. അതുപോലെ വടക്കാഞ്ചേരിയിൽ ഒരു നല്ല ടൗൺ ഹാൾ വേണം. ഇതൊന്നും വടക്കാഞ്ചേരിയിലില്ല. പക്ഷെ വടക്കാഞ്ചേരി എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കുറെ പുകമറ സൃഷ്ടിച്ച് വീണ്ടും ഇടതുപക്ഷം ഭരണത്തിലിരിക്കുക. ഈ 5 വർഷവും വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് വടക്കാഞ്ചേരി ഡെബിറ്റിലാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പൊ വടക്കാഞ്ചേരി ഏത് കാലത്തും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഗതാഗതക്കുരുക്ക്. അപ്പോൾ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടൗണിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടി എന്താണ് ഭരണപക്ഷത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക? വടക്കാഞ്ചേരിയിൽ ഗതാഗതക്കുരുക്കുണ്ട് എന്നുള്ളത് കൊച്ചുകുട്ടികളെ പോലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു വടക്കാഞ്ചേരിയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ മേഖലയിൽ പോയാലും റോഡുകളിൽ ഗതാഗതക്കുരുക്കാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് വരാൻ 5 മണിക്കൂറാണ് വടക്കാഞ്ചേരി വരെ കൊച്ചിയിൽ നിന്ന് വരാൻ എടുത്ത സമയം. അപ്പോൾ കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി പറയേണ്ട കാര്യമില്ല. വടക്കാഞ്ചേരിയിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ വടക്കാഞ്ചേരിയിൽ ഒരു ബൈപ്പാസ് വേണം. ആ ബൈപ്പാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മാസ്റ്റർ പ്ലാനിൽ കഴിഞ്ഞ നഗരസഭയുടെ കാലഘട്ടത്തിൽ മാസ്റ്റർ പ്ലാനിൽ നമ്മൾ ആവശ്യപ്പെട്ട ഒരു മിനി ബൈപ്പാസ് എന്ന് പറയുന്നൊരു സംവിധാനം നമ്മുടെ ഒരു ആശയമാണ്. ആ ആശയം കഴിഞ്ഞ മാസ്റ്റർ പ്ലാനിൽ വെക്കാൻ സാധിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി കോടതിയുടെ പരിസരത്തിൽ നിന്ന് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് നിന്ന് തുടങ്ങി ഈ പാലസ് റോഡ് വീതി കൂട്ടി അത് കൃത്യമായി വടക്കാഞ്ചേരി ഗ്രൗണ്ടിലൂടെ റോഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുന്നംകുളം റോഡിലേക്ക് ഒരു പാലം പണിത് കഴിഞ്ഞാൽ നേരെ കുന്നംകുളം റോഡിലേക്ക് കയറാം. കൃഷിഭവന് സമീപത്തെ റോഡിലേക്ക് നമുക്ക് ഈ റോഡ് കൊണ്ടു ചെന്നെത്തിക്കാം. അപ്പോൾ വടക്കാഞ്ചേരി എന്ന് പറയുന്നത് ഒരു സർക്കിളായി മാറും. സ്വാഭാവികമായും തിരക്കുള്ള സമയത്ത് വണ്ടികൾ തിരിച്ചുവിടാം. അല്ലെങ്കിൽ കുന്നംകുളം ഭാഗത്തേക്ക്, അതല്ലെങ്കിൽ വരൂർ ദേശമംഗലം ഭാഗത്തേക്ക്, കുമരനെല്ലൂർ ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾക്ക് ഈ റോഡ് ഉപയോഗിച്ച് പോകാം. വടക്കാഞ്ചേരി ടൗണിലൂടെ ഈ ബ്ലോക്കിൽ കടന്നു പോകേണ്ടി വരില്ല. സ്വാഭാവികമായിട്ടും അവിടെ ട്രാഫിക് സ്കാറ്റേർഡ് ആയി പോകും. ട്രാഫിക് സ്കാറ്റേർഡ് ആയി പോകുമ്പോൾ സ്വാഭാവികമായി ട്രാഫിക് ജാം എന്ന് പറയുന്നത് കുറയും, ട്രാഫിക് കുറയും. അപ്പോൾ അത് തന്നെയാണ് അതിനുള്ള വഴി. അതിനൊരു 4-5 കോടി രൂപയുടെ ഒരു കൊച്ചു പ്രോജക്റ്റിന് പകരം ഇപ്പം എന്താ ചെയ്യുന്നത്? ഏകദേശം 400-500 കോടി രൂപയുടെ വലിയ പ്രോജക്റ്റുമായിട്ട് ഇവർ വരിക. ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കാതെ എന്നും മണ്ണ് ടെസ്റ്റിങ്ങിൻ്റെ ഉദ്ഘാടനം, ഇവിടെ മണ്ണ് ടെസ്റ്റ് ചെയ്ത ഉദ്ഘാടനം, അപ്പുറത്ത് മണ്ണ് ടെസ്റ്റ് ചെയ്ത ഉദ്ഘാടനം, എന്നും മണ്ണ് പരിശോധനയുടെ ഉദ്ഘാടനം മാത്രം നടക്കുന്ന ഒരു സംവിധാനമായി വടക്കാഞ്ചേരി ബൈപ്പാസ് കടലാസിൽ മാത്രം ഉറങ്ങിക്കിടക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്യേണ്ട ആളുകൾ അതിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് വടക്കാഞ്ചേരി അനുഭവിക്കുന്ന ഈ ഗതാഗതക്കുരുക്കും വടക്കാഞ്ചേരിയുടെ വികസന സ്വപ്നങ്ങളൊക്കെ കീഴ്മേൽ മറിയുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിവിഷൻ പരിധിക്കുള്ളിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പുഴയുടേത്. വടക്കാഞ്ചേരി പുഴ. വടക്കാഞ്ചേരി പുഴയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളും തയ്യാറാക്കുന്നു, പല പ്രവർത്തനങ്ങളും നടക്കുന്നു. പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരമായിട്ടില്ല. അവിടെ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരാം എന്നും പല തരത്തിലുള്ള ആശയങ്ങൾ വരുന്നു എന്നല്ലാതെ അതിന്റെ വികസന പ്രവർത്തനങ്ങളൊന്നും വരുന്നില്ല എന്ന് പൊതുവെ ഒരു ആരോപണമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താണ് ഒരു കൗൺസിലർ, ഈ ഒരു പരിധിയിൽ വരുന്ന ഒരു കൗൺസിലർ എന്നുള്ളത് കൊണ്ടുകൂടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വികസന കാഴ്ചപ്പാട് അത് കടലാസിൽ ഉറങ്ങാനുള്ളതല്ല, അത് പ്രാവർത്തികമാക്കാനുള്ളതാണ് ഏതൊരു വികസന കാഴ്ചപ്പാടും. വടക്കാഞ്ചേരി പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും ആദ്യം നീക്കം ചെയ്യണം, എന്നിട്ടാണ് കരിങ്കല്ല് കെട്ടൽ തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ. കരിങ്കല്ല് കെട്ട് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരുന്ന് ആ കരിങ്കല്ല് കെട്ടൽ കഴിയുമ്പോഴാണ് മണ്ണെടുക്കാൻ നോക്കുന്നത്. അപ്പോഴേക്കും മഴ വരുന്ന സ്ഥിതി. മഴ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുഴ നിറയും. പുഴ നിറഞ്ഞാൽ മണ്ണെടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ 1-2 വർഷമായിട്ട് മണ്ണെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ പുഴ ഏകദേശം 4-3 ചുരുങ്ങി. ഏകദേശം ഒരു ഭാഗം ഫുള്ള് മണ്ണാണ്.
ആ മണ്ണ് നീക്കം ചെയ്യാതെ വടക്കാഞ്ചേരിയിൽ മഴക്കാലത്ത് സാധാരണക്കാരന് ജീവിക്കാവുന്ന സാഹചര്യം ഉണ്ടാവില്ല. വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അതുപോലെ വാഴാനി ഡാമിൽ റൂൾ കർവ് കൃത്യമായി പാലിച്ചാൽ വടക്കാഞ്ചേരി ഒരു കാലത്തും പ്രളയത്തിൽ മുങ്ങില്ല. റൂൾ കർവ് പാലിക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പ്രതിപക്ഷ ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്ന് കളക്ടറോട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് കത്ത് നൽകുകയും അന്ന് ആ കത്ത് നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് വാഴാനി ഡാം ഇപ്രാവശ്യം കൃത്യമായി റൂൾ കർവ് പാലിച്ച് തുറന്നുവിട്ടത്. സ്പിൽവേയിലൂടെ വെള്ളം ആദ്യം തുറന്നുവിട്ടു, അത് കഴിഞ്ഞിട്ടാണ് മേജറായിട്ട് വെള്ളം തുറന്നു വിട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം ഒറ്റയടിക്ക് തുറന്നു വിടുന്നതിൽ നിന്ന് വടക്കാഞ്ചേരിക്ക് മോചനം ലഭിച്ചു. ആ മോചനം ലഭിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം താൽക്കാലികമായി ആ വെള്ളം കയറുന്നതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടി. പൂർണ്ണമായിട്ടും വെള്ളം കയറാതെ ആവണമെങ്കിൽ അത് വടക്കാഞ്ചേരി പുഴയിൽ നിന്ന് മണ്ണ് എത്രയണം, അത് നീക്കം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യവും അവസാനത്തെ ആവശ്യവും. അത് ഇപ്പോൾ ഞങ്ങൾ ഇറിഗേഷൻ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇപ്പോൾ ഈ കൃഷിയുടെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തോടുകൂടി ചെറയിലുകളിലെ വെള്ളം തുറന്നു വിട്ടതിന് ശേഷം ആദ്യം മണ്ണ് നീക്കം ചെയ്യാമെന്നും അതിനുശേഷം കരിങ്കല്ല് കെട്ടിൻ്റെ പണികൾ പുനരാരംഭിക്കാമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആരംഭിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF സംവിധാനവും ചേർന്ന് ആ പ്രക്ഷോഭം നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുക. മുൻകാല ഭരണസമിതി അംഗം കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു ആവശ്യം എന്തായിരുന്നു? അത് ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളത് ഈ പുഴയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ തന്നെയാണ്. പുഴയിൽ നിന്ന് മണ്ണ് നീക്കാത്തത് കൊണ്ട് വീടുകളിൽ വെള്ളം കയറുന്നു. പല ആളുകളും ഇവിടുത്തെ വീടുകൾ വിറ്റ് വേറെ സ്ഥലങ്ങളിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നു. അപ്പോൾ പല ആളുകളും പോയി കഴിഞ്ഞു, വീട് ഇവിടെ അടച്ചിട്ട് പല സ്ഥലങ്ങളിലേക്കും പോയ ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പുഴയിലെ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അധികം ആളുകൾ ആവശ്യപ്പെട്ടത്. മറ്റെല്ലാ വികസന കാര്യങ്ങളെക്കാൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് എല്ലാവരും ആവശ്യപ്പെട്ട മേജറായിട്ടുള്ള ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് വടക്കാഞ്ചേരി പുഴ സംരക്ഷിക്കുക, പുഴയുടെ സൈഡിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, പുഴയിലെ നീരൊഴുക്ക് അത് കൃത്യമായി വെള്ളം പോകാൻ വേണ്ട സംവിധാനം ഒരുക്കുക, പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആളുകൾ ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ ഈ ഭരണസമിതി ഇനിയിപ്പോൾ അടുത്ത ആഴ്ചകളിലാണ് ഈ ഭരണസമിതി പൂർണ്ണമായും ചുമതല ഏറ്റെടുക്കുക. അതിനുശേഷം കൃത്യമായി ആവശ്യപ്പെടുന്നത് വടക്കാഞ്ചേരി പുഴയുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വടക്കാഞ്ചേരിയുടെ വികസന പ്രവർത്തനങ്ങൾ, അതായത് ഇപ്പോൾ സ്വരാജ് ട്രോഫി അവാർഡ് ലഭിച്ചിട്ടുണ്ട്, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനോടുള്ള ഒരു അഭിപ്രായം എന്താണ്? ഞങ്ങൾ പ്രതിപക്ഷ ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് ഒരിക്കലും നഗരസഭയുടെ പോസിറ്റീവായിട്ടുള്ള സമീപനങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സമീപനം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അതിനെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ തൊഴിലുറപ്പിൽ അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ മുമ്പ് വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആയിരുന്ന കാലഘട്ടത്തിൽ അന്ന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ 1000-ഓളം വരുന്ന പഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അന്നും വടക്കാഞ്ചേരി പഞ്ചായത്തിന് അവാർഡ് കിട്ടിയ പഞ്ചായത്താണ് അന്ന് UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ. അതിനുശേഷമാണ് നഗരസഭയായപ്പോൾ ഈ 1000 എന്ന് മാറി 87 നഗരസഭകളാണ് കേരളത്തിലുള്ളത്. അതിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പക്ഷെ അതും പോസിറ്റീവായിട്ട് തന്നെ ഞങ്ങൾ കാണുക. ഏറ്റവും അധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നയം. ഏറ്റവും അധികം തൊഴിലാളികൾ വടക്കാഞ്ചേരിയിൽ ഏകദേശം 4000-ഓളം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഡാറ്റ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ആ 4000 എന്നത് കുറഞ്ഞ് വെറും 1400 തൊഴിലാളികളിലേക്ക് ചുരുങ്ങി. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ തൊഴിലിന് കൂലി കൃത്യമായി ലഭിക്കാത്തതുകൊണ്ട്, സമയബന്ധിതമായി വർക്കുകൾ നടക്കാത്തതുകൊണ്ട് അവർ ഈ മേഖല വിടുന്നൊരു സ്ഥിതി ഇന്ന് നമ്മുടെ വടക്കാഞ്ചേരിയിലുണ്ട്. അത് തീർച്ചയായിട്ടും അതിലൊരു കൂടിയാലോചന ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പിന്നെ സ്വരാജ് ട്രോഫിയുടെ കാര്യം എടുത്തു പറഞ്ഞാൽ, ഇപ്പോൾ സ്വരാജ് ട്രോഫി നൽകുന്നത് CPM ഭരിക്കുന്ന നഗരസഭ, CPM ഭരിക്കുന്ന സംസ്ഥാനം, SMS-ലൂടെ നടത്തുന്ന അവാർഡ് തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായിട്ടും എല്ലാ വീടുകളിലും കയറി നിങ്ങൾ ഇതിലേക്ക് ഒരു മെസ്സേജ് അയക്കൂ എന്ന് പറഞ്ഞ് ചെയ്യിച്ച് കിട്ടിയ അവാർഡാണ്. ആ അവാർഡ് ഏത് അവാർഡ് തന്നെയാണെങ്കിലും അത് നമ്മുടെ നാടിൽ ലഭിച്ചത് പോസിറ്റീവായിട്ട് കാണാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും വികസന കാര്യങ്ങളിൽ ഒരു പോസിറ്റീവ് സംവിധാനം ഭരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യും. അതിൻ്റെ കൂടെ ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം എന്നുള്ളത് ഒരുമിച്ചൊരു ശബ്ദമായി വികസന കാര്യങ്ങളിൽ നിരുപാധിക പിന്തുണയുണ്ടാവും. അതുപോലെ തന്നെ അവർ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അത് കൃത്യമായി വിരൽ ചൂണ്ടുന്ന പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ ഉണ്ടാവും.
എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. ഇനി അടുത്തതായി നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. അപ്പൊ എന്താണ് അത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാനുള്ളത്? അതിന് സജ്ജമാണോ വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ്? നിയമസഭാ തെരഞ്ഞെടുപ്പിന് തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ SIR പ്രവർത്തികൾ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാ പാർട്ടികളും ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം SIRന്റെ പ്രവർത്തികളിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല. ഇപ്പോൾ SIRന്റെ പ്രോസസ്സ് ഏകദേശം പകുതി അവസാനിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ പല ബൂത്തുകളും 2ഉം 3ഉം ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തൊരു സമയമാണ്. കൃത്യമായി അത് പഠിച്ച് ആ SIRന്റെ വിഷയങ്ങൾ തീർക്കുന്ന ഇതിലാണ് കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ഒരുക്കം എന്ന് പറയുന്നത് വോട്ട് ചേർക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തികളാണ്. അതിന് ഞങ്ങൾ സജ്ജരായി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ വീട് വീടാന്തരം കയറി വോട്ട് ചേർക്കുന്ന പ്രവൃത്തിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇത്തരത്തിൽ യുവാക്കളെ നേതൃനിര വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളോടനുബന്ധിച്ചും ധാരാളം യുവാക്കൾ ഒപ്പമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാനൊരു ചെറുപ്പക്കാരനാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത് അതും ചെറുപ്പക്കാരുമായിട്ടായിരിക്കും. അപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പിന്തുണയുമായിട്ട് അത് ഓപ്പൺ പ്ലാറ്റ്ഫോമിലും അതുപോലെ അതല്ലാതെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലും അവരുണ്ട്. കൃത്യമായി ജെൻസി കുട്ടികൾ അവർ ഈ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ഫാസിസത്തിനും എതിരെയാണ്. അതുപോലെ സ്വർണ്ണക്കൊള്ള അടക്കം നടത്തിയ ഈ കേരളത്തെ കട്ടുമുടിക്കുന്ന പിണറായിസത്തിനും അവർ എതിരാണ്. ഫാസിസത്തെയും പിണറായിസത്തെയും നേരിടുന്ന ഒരേ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, UDF ആണ് എന്നുള്ള കാര്യം കൃത്യമായി കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം. അവർ ഞങ്ങളോടൊപ്പം അണിനിരന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ വിജയം ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ 65% വരുന്ന പഞ്ചായത്തുകൾ, അതുപോലെ 75% വരുന്ന നഗരസഭകൾ, ഏകദേശം അതുപോലെ തന്നെ 6 കോർപ്പറേഷനുകളിൽ 4 UDF ഭരിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ വികാരം തന്നെയാണ്. ആ വികാരത്തോടൊപ്പം ആ വികാരത്തെ മാനിച്ച് ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF കേരളത്തിൽ 100ൽ കുറയാത്ത സീറ്റുകളുമായിട്ട് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാം. അപ്പോൾ വടക്കാഞ്ചേരി മണ്ഡലം വീണ്ടും UDFന്റെ കൈകളിലേക്ക് തിരിച്ചു പിടിക്കുമെന്ന് തന്നെ ആത്മവിശ്വാസം? ഒരു സംശയവും വേണ്ട. വടക്കാഞ്ചേരി എന്നും വികസനത്തിന് അനുകൂലമായ ഒരു മണ്ണാണ്. തീർച്ചയായിട്ടും അത് വികസന വിരോധികളുടെ കൂടെയല്ല. നിങ്ങൾ വടക്കാഞ്ചേരിയിലെ വിവിധ ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞ ആളുകളോട് മൈക്കുമായിട്ട് അല്ലെങ്കിൽ മൈക്കില്ലാതെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും വടക്കാഞ്ചേരിയിലെ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ വടക്കാഞ്ചേരി മേഖലയിലെ ട്രാഫിക് ജാമിനെ കുറിച്ച് ചോദിച്ചതുപോലെ മറ്റേ മേഖല ആടാട്ട് മേഖലയിലേക്ക് മുതുവറ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ നിന്നിട്ട് പൊറുതി മുട്ടിയിട്ടാണ് ജനം പോകുന്നത്. പലപ്പോഴും വണ്ടി ഉപേക്ഷിച്ച് നടന്നു പോകുന്ന ഒരു സ്ഥിതി. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, ജനങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ആ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്താവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് വടക്കാഞ്ചേരിയിൽ പ്രതിഫലിക്കും. വടക്കാഞ്ചേരിയിൽ UDFന്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി അടയാളത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏകദേശം എത്രത്തോളം ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ളതിനെ കുറിച്ച്? അത് ജനങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്. വടക്കാഞ്ചേരി മോശമല്ലാത്ത ഭൂരിപക്ഷത്തിൽ വടക്കാഞ്ചേരി UDF തിരിച്ചു പിടിക്കും. വടക്കാഞ്ചേരിയിലെ മണ്ണ് അത് UDFന്റെ മണ്ണാണ്. ഇവിടെ നിങ്ങൾക്ക് സ്ട്രൈക്ക് റേറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഏറ്റവും അധികം കാലം വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളത് അത് UDFന്റെ ജനപ്രതിനിധികളാണ്. തീർച്ചയായിട്ടും ആ UDFന്റെ കൈകളിൽ വടക്കാഞ്ചേരിയുടെ ഭരണം അത് കൃത്യമായി ജനങ്ങൾക്ക് വികസനം നൽകുന്ന, ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്ന, സാധാരണക്കാരന്റെ കൂടെ നിൽക്കുന്ന ആ ഒരു ഭരണകൂടം കേരളത്തിലുണ്ടാവും. അതിന്റെ പ്രതിഫലനം വടക്കാഞ്ചേരിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് UDF. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് തന്നെ പോകുന്നു. പുതിയ ഉത്തരവാദിത്തങ്ങൾ, പുതിയ ചുമതലകൾ എല്ലാം നല്ല രീതിയിൽ തന്നെ നേതൃത്വം വഹിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കട്ടെ. ഇത്രയും സമയം എനി ടൈം ന്യൂസുമായി സംവദിച്ചതിൽ എല്ലാവിധ സ്നേഹങ്ങളും നന്ദിയും അതേപോലെ തന്നെ പുതുവത്സര ആശംസകളും. അപ്പോൾ എനി ടൈം ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെയും അതുപോലെ UDF പാർലമെന്ററി പാർട്ടിയുടെയും പുതുവത്സര ആശംസകൾ ഈ അവസരത്തിൽ നേരുന്നു. എല്ലാവർക്കും നന്ദി.